IPL 18-ാം അങ്കത്തിൽ ഇന്ന് ചാമ്പ്യന്മാരുടെ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും 5 വട്ടം കിരീടമുയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ. ജയവും പരാജയവും മാറി മാറി രുചിച്ചാണ് ഈ IPL-ൽ കൊൽക്കത്തയുടെ യാത്രയെങ്കിൽ ആദ്യ മത്സരത്തിൽ മുംബൈയോട് ജയിച്ചതിന് ശേഷം പരാജയത്തിന്റെ പടുകുഴിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തുടരെ 4 തോൽവികൾ. വിജയവഴി തേടിയിറങ്ങുന്ന ചാമ്പ്യന്മാർ ചെപ്പോക്കിലെ ആവേശക്കോട്ടയിലേക്ക്. സീനിയർ താരങ്ങളെ എന്നും ഫലപ്രദമായി വിന്യസിക്കുകയും IPL ചരിത്രത്തിലെ ഏറ്റവും സ്ഥിരതയാർന്ന സംഘമെന്ന് പേരെടുക്കുകയും ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന് പക്ഷേ ഇത്തവണ തൊട്ടതെല്ലാം പിഴച്ചു. മഹേന്ദ്ര സിംഗ് ധോണിയിലേക്കാണ് വിമർശനങ്ങളുടെ കുന്തമുന മുഴുവൻ. ധോണിയിൽ വിമർശനം പൂർണ്ണമായും ഒതുക്കുമ്പോൾ യഥാർത്ഥ കാരണക്കാർ മറഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ഈ IPL-ൽ ധോണിയുടെ ബാറ്റിംഗ് പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ 8-ാമനായി ഇറങ്ങിയ ധോണി റൺസ് എടുക്കാതെ ടീം ജയിക്കുമ്പോൾ മറുവശത്ത് കാഴ്ചക്കാരനായി ഉണ്ടായിരുന്നു. RCBക്കെതിരായ പ്രകടനം ഒന്ന് പരിശോധിക്കാം. RCBക്കെതിരെ 9-ാമതായാണ് ധോണി കളിച്ചത്. 2 സിക്സറും 3 ബൗണ്ടറിയും അടക്കം നേടിയത് 16 പന്തിൽ 30 റൺസ്. രാജസ്ഥാൻ റോയൽസ് എതിരാളികളായി എത്തിയപ്പോൾ 7-ാമനായാണ് ധോണി ഇറങ്ങിയത്. നേടിയത് 11 പന്തിൽ 16 റൺസ്. 1 സിക്സറും 1 ബൗണ്ടറിയും മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് എതിരാളികളായി എത്തിയപ്പോൾ 26 പന്തിൽ നേടിയത് 30 റൺസ്. അന്നും 1 ബൗണ്ടറിയും 1 സിക്സറും ധോണി നേടി. പക്ഷേ ധോണിയുടെ മെല്ലെപ്പൊക്കാണ് ടീമിന്റെ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്ന വിമർശനം ഉയർന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടത് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിൽ കൂടി വിജയ് ശങ്കറിന്റെ തുഴയിലും ടീമിനെ തോൽവിയിൽ എത്തിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. പഞ്ചാബ് കിങ്സിനെതിരെ ധോണിയുടെ വെടിക്കെട്ടാണ് പിന്നീട് കണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ 12 പന്തിൽ നേടിയത് 27 റൺസ്. 1 ബൗണ്ടറിയും 3 സിക്സറും മഹേന്ദ്ര സിംഗ് ധോണി നേടി. ആ ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സർ നേടിയ ചെന്നൈ ബാറ്ററും ധോണിയാണ്. RCBക്കെതിരെയും പഞ്ചാബിനെതിരെയും ഏറ്റവും അധികം സിക്സർ നേടിയ ചെന്നൈ താരവും ധോണി തന്നെ. കീപ്പിംഗിൽ ധോണിക്ക് ഇന്നും അസാധ്യ വേഗമുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ചെന്നൈയുടെ യഥാർത്ഥ പിഴവുകൾ ധോണി ഒഴികെയുള്ള ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണ് എന്നതാണ് സത്യം. ഒരു ചെന്നൈ ബാറ്റർ പോലും 150 റൺസ് നേടിയവരുടെ പട്ടികയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ധോണിയാകട്ടെ 51 റൺസ് ശരാശരിയിൽ 150-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് ഈ പ്രകടനം നടത്തുന്നത് എന്നതും നമ്മൾ കാണണം. ധോണി പ്രൈം ഫോമിലല്ല എന്നത് യാഥാർത്ഥ്യം. മത്സരം ഫിനിഷ് ചെയ്യുന്നതിലും പിഴവുണ്ട് എന്നത് സത്യം. പക്ഷേ രോഹിത് ശർമ്മയും ഋഷഭ് പന്തും അഭിഷേക് ശർമ്മയും ക്വിന്റൻ ഡീകോക്കും ഗ്ലെൻ മാക്സ്വെല്ലുമെല്ലാം നിരാശപ്പെടുത്തുന്ന ഒരു ടൂർണമെന്റാണ് ഇത് എന്നത് മറക്കരുത്. വിരമിക്കൽ ആക്രോശം അങ്ങനെയെങ്കിൽ ധോണിക്ക് മേൽ മാത്രം ഉയരേണ്ടതുമല്ല. ചെന്നൈ ഓപ്പണിംഗിലേക്ക് രച്ചിൻ രവീന്ദ്രയ്ക്കൊപ്പം ഡെവോൺ കോൺവേ എത്തിയിട്ടും ടീമിന് ഒരു മികച്ച തുടക്കം നൽകാനാകുന്നില്ല. ആദ്യ 10-ൽ ഒരു ചെന്നൈ ബാറ്റർ പോലുമില്ല. 145 റൺസ് എടുത്ത രച്ചിൻ രവീന്ദ്രയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. ഋതുരാജ് ഗെയ്ക്വാദ്, ശിവൻ ദുബെ, വിജയ് ശങ്കർ, രവീന്ദ്ര ജഡേജ എല്ലാവരും മെല്ലെപ്പോക്ക് തുടരുമ്പോൾ ടീമിന് അർഹിച്ച ജയം നഷ്ടമാകുന്നു എന്നതാണ് സീസണിൽ ഉടനീളം കാണുന്നത്. ബൌളിംഗിൽ വലിയ ആശങ്ക നിലവിലില്ല. പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ ആദ്യ 10-ൽ നൂർ അഹമ്മദും ഖലീലും കളത്തിലുണ്ട്. മൂർച്ച കുറയാതെ മദീഷ പദ്രാനയും മികച്ച പ്രകടനം നടത്തുന്നു. കൊൽക്കത്തയാകട്ടെ ലക്നൌവിനെതിരെ ആവേശപ്പോരിൽ തോറ്റാണ് ചെന്നൈക്കെതിരെ ഇറങ്ങുന്നത്. 238 റൺസ് ചേസ് ചെയ്ത കൊൽക്കത്ത നേടിയത് 234 റൺസ്. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ന് കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ല. ആന്ധ്ര റസലിന്റെ മോശം ഫോമാണ് ടീമിന്റെ ആശങ്ക. ഇനി നേർക്കുനേർപോരിന്റെ കണക്ക് നോക്കിയാൽ നേർക്കുനേർപോരിൽ ചെന്നൈക്ക് തന്നെയാണ് മുൻതൂക്കം. നമുക്ക് കാണാം, ആകെ മത്സരിച്ച 30-ൽ 19-ലും ജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ്. കൊൽക്കത്തയ്ക്ക് ജയിക്കാനായത് 10 കളികളിൽ മാത്രം. ഒരു മത്സരത്തിൽ ഫലമുണ്ടായില്ല. കഴിഞ്ഞ സീസണിൽ ഇരുവരും മത്സരിച്ച ഒരേയൊരു കളിയിൽ ചെന്നൈ 7 വിക്കറ്റിന് കൊൽക്കത്തയെ തകർത്തു. പക്ഷേ കൊൽക്കത്ത ചാമ്പ്യന്മാരായാണ് സീസൺ അവസാനിപ്പിച്ചത് എന്നത് ശ്രദ്ധേയം. കണക്കുകൾ തീർക്കുകയല്ല, ലക്ഷ്യം ജയം മാത്രം. ഇനി മുന്നോട്ടു പോകാൻ ചെന്നൈക്ക് ജയമല്ലാതെ മറ്റൊരു മാർഗമില്ല. ചെപ്പോക്കിലെ സ്ലോ ട്രാക്കിൽ കൊൽക്കത്തയുടെ മിസ്റ്ററി സ്പിന്നർമാരെയും കരുതിയിരിക്കണം ചെന്നൈ. നിലവിലെ ചാമ്പ്യന്മാരാകട്ടെ പെരുമയ്ക്കൊത്ത തിരിച്ചുവരവും ലക്ഷ്യമിടുന്നു. സൂപ്പർ പോരിലെ പുഞ്ചിരി ആർക്കാകുമെന്ന് കാത്തിരിക്കാം.